അപ്പോ ചേച്ചി ഓക്കെ അല്ലേ? യെസ് യെസ്. ഓ, ഞാൻ മറ്റേ ഡയലോഗാണ് പ്രതീക്ഷിച്ചത്. ഓക്കെ 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 അത് പ്രതീക്ഷിച്ചപ്പോ ചേച്ചി എസിലേക്കായി. എന്തായാലും എനിക്ക് ആദ്യം തന്നെ, അതായത് നമ്മളെല്ലാവരും ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ് വിജയലക്ഷ്മി എന്ന് പറഞ്ഞ അതിന്റെ പര്യായം ചിരിക്കുടുക്ക, ആത്മവിശ്വാസത്തിന്റെ നിറകുടം, കുസൃതി കൊടുക്ക, ഇതൊക്കെയാണ് അതിന്റെ പര്യായങ്ങൾ. ഈ 24 hours ഇങ്ങനെ ഓൺ ആയിട്ട് ഇരിക്കാൻ എന്ത് മാജിക് ആണ് ചേച്ചി? എന്തെങ്കിലും പുതിയ എന്തെങ്കിലും കഴിക്കുന്നതോ കുടിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനർജി ഡ്രിങ്ക് എനിത്തിങ്? എനർജി ഡ്രിങ്ക് ഉണ്ട്, ഗ്ലൂക്കോവിറ്റുണ്ട്, ഭക്ഷണങ്ങൾ അങ്ങനെയൊക്കെ നല്ല വെറൈറ്റി ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ചേട്ടൻ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഈ വിജയലക്ഷ്മി ഇങ്ങനെ ഡൾ ആയിട്ടിരിക്കണ ഏതെങ്കിലും ഒരു മൊമെന്റ്? ഒരിക്കലും ഇല്ലല്ലോ. ഉറങ്ങുമ്പോ അങ്ങനെയാണെന്ന് തോന്നണു. ഉറങ്ങുമ്പോ എങ്ങനെയാണോ? അത് ഉറങ്ങി കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടിട്ടില്ല. ആണോ? ഉറങ്ങുമ്പോ എങ്ങനെയാണ്? ഉറങ്ങുമ്പോ ഉച്ചക്ക് ഉറങ്ങും, രാത്രി ഉറങ്ങും. അതല്ല, ഈ ഉറക്കത്തിൽ ചാടി എണീറ്റിട്ട് ഈ ഇൻഗുലാബ് സിന്ദാബാദ് എന്നൊക്കെ വിളിക്കുന്ന അങ്ങനെ സ്വഭാവമൊക്കെ ഉണ്ടോ? ഇല്ല, അതൊന്നുമില്ല. സോമനാംബുലിസം ഒന്നും ഇല്ല. ശരി, അപ്പൊ പറയൂ, ഈ ചെറുപ്പത്തിലെ വിജയലക്ഷ്മിയെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. കുഞ്ഞ് വിജയലക്ഷ്മി എങ്ങനെയായിരുന്നു? അതെ, ഞാൻ ജനിച്ചത് തന്നെ 1981 ഒക്ടോബർ 7 വിജയദശമി നാളിലായിരുന്നു. അതാണ് വിജയലക്ഷ്മി നാളില്. അങ്ങനെയാണ് വിജയലക്ഷ്മി എന്ന് പേര്. അച്ഛന്റെ അമ്മ, എന്റെ അമ്മൂമ്മയാണ് സരോജിനി അമ്മ പേര് നൽകിയത്. അതിനൊരു ശരിക്കും സന്തോഷമായി കേട്ടോ. പിന്നെ 1.5 വയസ്സിൽ പാടുമായിരുന്നു. ഞങ്ങൾ 5 വർഷം ചെന്നൈയിലായിരുന്നു. അച്ഛനവിടെ ഇലക്ട്രോണിക് വർക്കായിരുന്നു. അപ്പോൾ 1.5 വയസ്സിൽ പാടുമായിരുന്നു എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു. 5 വയസ്സിൽ കേരളത്തിൽ വന്നപ്പോൾ കാസറ്റുകളൊക്കെ കേട്ടാണ് പഠിച്ചത്. വൈക്കത്ത് വന്നത്. അതെ, ദാസേട്ടൻ്റെ, MS അമ്മയുടെയും ബാലമുരളി സാറിൻ്റെയൊക്കെ കാസറ്റുകൾ കേട്ട് പഠിച്ചു. 6-ാം വയസ്സിൽ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചുകൊണ്ട് ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ചേട്ടന്റെ കാര്യം അങ്ങനെ തന്നെ. ഫാമിലി മുഴുവനും ഒരു സംഗീത കുടുംബമാണല്ലോ, ആ ഒരു പാരമ്പര്യം. എങ്ങനെയായിരുന്നു? അതായത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അവരൊക്കെ ആദ്യത്തെ ഗുരുക്കന്മാർ അവരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ? തീർച്ചയായിട്ടും അച്ഛൻ തന്നെയാണ് ആദ്യത്തെ ഗുരു. അമ്മയും അത്യാവശ്യം പാട്ടുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മ ആദ്യകാല ചലച്ചിത്ര പിന്നണി ഗായികയായിരുന്നു. ആദ്യത്തെ ഒരുപക്ഷെ ഹരിശ്ചന്ദ്ര അതിന് മുമ്പ് മുതൽ തന്നെ അമ്മ പാടി തുടങ്ങിയിട്ടുണ്ട്. 55-നൊക്കെ മുമ്പ്, 52 മുതൽ. അച്ഛൻ ചേർത്തല ഗോപാലൻ നായർ. അച്ഛൻ സംഗീതജ്ഞനാണ്. അതിലുപരി മലയാള കീർത്തനങ്ങൾ ഒരുപാട് സംഗീതം നൽകി പ്രചരിപ്പിച്ചൊരു വ്യക്തി കൂടെ. മലയാള കീർത്തനങ്ങൾ അച്ഛൻ എഴുതി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കീർത്തനം മനസ്സിൽ ഓർമ്മയുണ്ട്? ഇപ്പൊ നമുക്ക് അച്ഛൻ എഴുതിയല്ല, കമ്പോസ് ചെയ്ത് പിന്നെ ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട്. ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കീർത്തനം? ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, സദാ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, സദാ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, സദാ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, കൃഷ്ണപാദം, കൃഷ്ണപാദം. ഒരുപാട് പദങ്ങൾ അച്ഛൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാതിരുന്നാളിൻ്റെ, അതുപോലെ ഇരയിമ്മൻ തമ്പിയുടെ കുട്ടിക്കുഞ്ഞി തങ്കച്ചി, അദ്ദേഹത്തിൻ്റെ മകൾ, അങ്ങനെ ഒരുപാടെണ്ണം. ഒരെണ്ണം കുറിഞ്ചി രാഗത്തിൽ അളിവേണി എന്തു ചെയ്വൂ അളിവേണി എന്തു ചെയ്വൂ ഹന്ത